നിങ്ങൾക്കറിയാവുന്ന പോലെ 8 വർഷം മുമ്പ് ദിലീപ് അറസ്റ്റിലാവുമ്പോൾ അതൊരു ഏപ്രിൽ മാസമാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് അറസ്റ്റിലായി ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ ദിലീപിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരേ ഒരു സംഘടന ഫെഫ്കയാണ്. ആദ്യമായി ആ നിലപാടെടുത്തത് ഫെഫ്കയാണ്. അന്ന് വിശേഷിച്ചൊരു കമ്മിറ്റിയും കൂടാതെ ഫെഫ്കയുടെ ഭരണഘടന ജനറൽ സെക്രട്ടറിക്ക് നൽകുന്ന അധികാരങ്ങളെ ആദ്യമായും അവസാനമായും ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി പ്രയോജനപ്പെടുത്തിയ ഒരേ ഒരു സന്ദർഭം അതാണ്. അപ്പോൾ ഞങ്ങൾ ദിലീപിനെ ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ക്രിമിനൽ കുറ്റാരോപിതനായ അദ്ദേഹത്തെ അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്ന് വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായി മാറിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അംഗത്വത്തെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ എന്തായിരിക്കണമെന്ന് നമ്മൾ ഡയറക്ടേഴ്സ് യൂണിയനോട് ആലോചിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഡയറക്ടേഴ്സ് യൂണിയൻ ഒരു തീരുമാനമെടുക്കും. ഈ 8 വർഷത്തെ ട്രയലിനൊടുവിൽ ദിലീപിനെ പോലെ പ്രധാനപ്പെട്ട ഒരു നടൻ, ഒരു താരം അദ്ദേഹത്തിൽ ചാർത്തപ്പെട്ട കുറ്റത്തിൽ നിന്ന് വിമുക്തനായി തൊഴിൽ മേഖലയിലേക്ക് തിരികെ വരികയാണ്. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ ഇത് കേവലം ഒരു അറസ്റ്റോ വിചാരണയുടെയോ മാത്രം പ്രശ്നമല്ല. മലയാള സിനിമ വ്യവസായത്തെ പല ചാലുകളിലേക്ക് തിരിച്ചുവിട്ട ഒരു സംഭവം കൂടിയാണ്. ആ അറസ്റ്റിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ ഒരുപാട് പരിണിതികളുണ്ടായിട്ടുണ്ട് ഇൻഡസ്ട്രിക്കകത്ത്. അതിനെ നമ്മൾ കാണാതെ പോകരുത്. തിരിച്ച് ഇപ്പോൾ ഈ വിധിന്യായം വരുമ്പോൾ ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസ് അന്വേഷിച്ച ഒരു കേസ്, ഏറ്റവും ശുഷ്കാന്തിയോടുകൂടി പ്രോസിക്യൂഷൻ നടത്തിയ ഒരു കേസ്, അതിൽ ഇത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടാകുമ്പോൾ ആ വിധിന്യായം കാണേണ്ടതുണ്ട്, അത് വിശദമായിട്ട് വായിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. ആ വിധിന്യായത്തിൽ പറയുന്ന കാര്യങ്ങളെ കാണാതെ പോകരുത്, അഡ്രസ്സ് ചെയ്യാതെ പോകരുത് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്.